ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ 100 കോടി ക്ലബിൽ കയറിയ ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ആദ്യത്തെ ചിത്രം 2007 അന്നത്തെ ബ്രഹ്മാണ്ഡ ചിത്രമായ ശങ്കറിന്റെ സംവിധാനത്തിൽ ശിവാജി ആയിരുന്നു. ശിവാജി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 150 കോടിയോളമാണ് നേടിയത്. ഒരു സൗത്ത് ഇന്ത്യൻ ചിത്രം ആദ്യമായി 100-150 കോടി ക്ലബിൽ കയറിയത് ശിവാജിയിലൂടെ ആയിരുന്നു. മാത്രമല്ല ഇന്ത്യയിൽ നിന്നും നെറ്റ് കളക്ഷൻ 100 കോടി നേടിയ ആദ്യത്തെ ചിത്രമായിരുന്നു ശിവാജി. 2007 ഇന്ത്യൻ ഇയർ ടോപ്പർ ആയിരുന്നു ശിവാജി. അടുത്ത ചിത്രം അതേ കോമ്പോയിൽ 2010 വന്ന ബ്രഹ്മാണ്ഡ ചിത്രമായ എന്തിരനായിരുന്നു. എന്തിരൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏകദേശം 300 കോടി രൂപയാണ് സ്വന്തമാക്കിയത്. ആദ്യമായി ഒരു സൗത്ത് ഇന്ത്യൻ ചിത്രം 200, 250, 300 കോടി ക്ലബിൽ കയറിയത് എന്തിരനിലൂടെ ആയിരുന്നു. 2010 ഇന്ത്യൻ ഇയർ ടോപ്പർ ആയിരുന്നു എന്തിരൻ. അടുത്ത ചിത്രം അടുത്തായി രജനീകാന്ത് ഇറങ്ങിയ ചിത്രവും 2014 ലിംഗയാണ്. കെ ശ്രീകുമാറിന്റെ സംവിധാനത്തിലെത്തിയ ലിംഗ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 150 കോടിയോളമാണ് നേടിയത്. ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. എങ്കിലും രജനീകാന്ത് എന്ന ബ്രാൻഡ് നെയിം കാരണം ആ വർഷത്തെ സൗത്ത് ഇന്ത്യൻ ഇയർ ടോപ്പർ ലിംഗയായിരുന്നു. ആ 2014 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സൗത്ത് ഇന്ത്യൻ ചിത്രം ലിംഗയായിരുന്നു. പിന്നീട് 2016 രജനീകാന്ത് ചിത്രം റിലീസായത്. കബാലി ആയിരുന്നു. പാരഞ്ജിത്തിന്റെ സംവിധാനത്തെത്തിയ കബാലി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം 302 കോടി രൂപയാണ് സ്വന്തമാക്കിയത്. അതിനുശേഷം അടുത്ത ചിത്രം 2018 അതേ കോമ്പോയിൽ തന്നെ വന്ന ചിത്രമായിരുന്നു. പാരഞ്ജിത്ത് രജനീകാന്ത് കോമ്പോയിലെത്തിയ കാലയായിരുന്നു. കാല വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 160 കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയത്. അടുത്ത ചിത്രം അതേ വർഷം തന്നെ ഇറങ്ങിയ എന്തിരിന്റെ രണ്ടാം ഭാഗമായ 2.0 ആണ്. 2.0 വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 600 കോടിക്ക് മുകളിൽ നേടി ആവറേജ് വിജയം കൈവരിച്ചിരുന്നു. പിന്നീട് അടുത്ത ചിത്രം പേട്ടയാണ്. 2019 ഇറങ്ങിയ പേട്ട വിശ്വാസിനൊപ്പം ക്ലാഷ് റിലീസ് ആയിരുന്നു. ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 230 കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയിരുന്നു. അടുത്ത ചിത്രം AR മുരുകദാസിന്റെ സംവിധാനത്തിലെത്തിയ ചിത്രമായ ദർബാർ ആണ്. ദർബാർ 200 കോടിക്ക് മുകളിലാണ് ബോക്സ് ഓഫീസിൽ നേടിയത്. ചിത്രം പരാജയമായിരുന്നു. പിന്നീട് 100 കോടി ക്ലബിൽ കയറിയ ചിത്രം അണ്ണാത്തെ ആയിരുന്നു. അണ്ണാത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 150 കോടിയോളമാണ് നേടിയത്. ചിത്രവും പരാജയമായിരുന്നു. അണ്ണാത്തയ്ക്ക് ശേഷം രജനീകാന്ത് അവസാനിച്ചു എന്ന് പറഞ്ഞവരുടെ മുന്നിലേക്ക് പിന്നീട് ജയിലറിന്റെ വരവായിരുന്നു. നെൽസന്റെ സംവിധാനത്തിലെത്തിയ ജയിലർ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 650 കോടിക്കടുത്താണ് ചിത്രം നേടിയത്. 600 കോടിക്ക് മുകളിലാണ് ജയിലർ സ്വന്തമാക്കിയത്. കഴിഞ്ഞ ഒരു 5-6 വർഷം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ബിഗ് സ്റ്റാർ അഭിനയിച്ച് തിയേറ്റർ ഓണേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും ഡിസ്ട്രിബ്യൂട്ടർക്കും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടായിക്കൊടുത്ത ചിത്രമായിരുന്നു ജയിലർ. ജയിലറിന് ശേഷം പിന്നീട് 100 കോടി ക്ലബിൽ കയറിയ ചിത്രം വേട്ടയനായിരുന്നു. വേട്ടയൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 250 കോടിയോളമാണ് നേടിയത്. അതിനുശേഷം 100 കോടി ക്ലബിൽ കയറിയ ചിത്രം ലോകേഷ് കനകരാജിന്റെ സമയത്തെ കൂലിയാണ്. കൂലി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 500 കോടിക്ക് മുകളിലാണ് നേടിയത്. മൊത്തം 12 ചിത്രങ്ങളാണ് രജനീകാന്തിന്റെ 100 കോടി ക്ലബിൽ കയറിയ ചിത്രങ്ങൾ. ശിവാജി, എന്തിരൻ, ലിംഗ, കബാലി, കാല, 2.0, പേട്ടെ, ദർബാർ, അണ്ണാത്തെ, ജയിലർ, വേട്ടയ്യൻ, കൂലി എന്നിങ്ങനെ 12 ചിത്രങ്ങളാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടി ക്ലബിൽ കയറിയ രജനീകാന്ത് ചിത്രങ്ങൾ. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ 100 കോടി ക്ലബിൽ കയറിയത് 2 പേരാണ്. 2 പേർക്കും ഈക്വൽ ആണ്. രജനീകാന്തും വിജയുമാണ്. 2 പേർക്കും 12 100 കോടി ചിത്രങ്ങളാണ് ഉള്ളത്. ഈ വർഷം 2 പേരും 13 100 കോടി ചിത്രവും ആവും. രജനിക്ക് ജയിലർ 2 ഇറങ്ങാനിരിക്കുന്നു. ആദ്യ ദിവസം തന്നെ 100 കോടി ക്ലബിൽ കയറാൻ പോകുന്ന ചിത്രം. അതുപോലെ തന്നെ വിജയുടെ അവസാന ചിത്രമായ ജനനായകനും ഈ വർഷം ഇറങ്ങുന്നതായിരിക്കും. അതും ആദ്യ ദിവസം തന്നെ 100 കോടി ക്ലബിൽ കയറാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് രജനീകാന്തിന്റെ 100 കോടി ക്ലബിൽ കയറിയത്, 12 എണ്ണം. അപ്പോൾ ഇതിൽ ഏതൊക്കെ ചിത്രങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രം എന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു താരത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ നോക്കാവുന്നതാണ്. നമ്മുടെ ചാനൽ ദിവസവും സിനിമ അപ്ഡേറ്റും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ പറയുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.